നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ വിഷുഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചാനലിലൂടെ പറയണേ. ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന വിഷുഫലം എങ്ങനെയാണ്, നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലഘു വിവരണമാണ് നമ്മൾ ഈ ചാനലിലൂടെ വിഷുഫലത്തിലൂടെ തന്നെ. 1199 ആണ്ട് മേടമാസം 1 തീയതി തൊട്ട് 1200 ആണ്ട് മീനമാസം 30 തീയതി വരെ വരുന്ന ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലമായിട്ട് പറയണേ. ഇംഗ്ലീഷ് വർഷപ്രകാരം 2024 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് 2025 ഏപ്രിൽ മാസം 13 തീയതി വരെ വരുന്ന ഒരു വർഷത്തെ ഫലം. ഇത് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് നമുക്ക് ധനുരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഓരോ രാശിയിലും 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഓരോ രാശിയും. ധനുരാശിയിൽ മൂലം നക്ഷത്രം, മൂലം, പൂരാട നക്ഷത്രം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, ഈ 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഇപ്പോൾ വളരെ ദോഷപ്രദമായ സമയമല്ല. കാരണം വ്യാഴശനി തീർന്നു കിട്ടിയിരിക്കുന്ന സമയമാണ്. മാത്രമല്ല വ്യാഴം 5ലേക്ക് നിൽക്കുകയായിരുന്നു. ആ രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിച്ച് 6ലേക്ക് വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ പുതുവർഷം അല്ലെങ്കിൽ നമുക്ക് വിഷുഫലം ചിന്തിക്കുമ്പോൾ അത്ര അനുകൂലപ്രദമല്ല. പലതരത്തിലുള്ള കഷ്ടതയേറിയ സമയമാണ്. എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം? പ്രധാനമായി ശത്രുതയേറിയ കാലഘട്ടമാണ്. ശത്രുക്കളെ എണ്ണം കൂടും. വളരെ സ്നേഹത്തിൽ നിൽക്കുന്നത് വരെ ഏതെങ്കിലും കാരണങ്ങളാൽ ശത്രുപക്ഷത്തേക്ക് തിരിയും. കേസ് വഴക്കുകളുണ്ടാവും. മേലുദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് കാരണമാവും. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും ആരുടെയും കണ്ണിൽ അത് വരാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ സാമ്പത്തികമായി ഞെരുങ്ങും. സാമ്പത്തിക ഇടപാടുകളിൽ പൊതുവേ സൂക്ഷിക്കണം. പൈസയും പോവും. ശത്രുവിനെ വിലയ്ക്ക് വാങ്ങുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പം പൈസ കൊടുത്തൊരു ശത്രുവിനെ വാങ്ങുന്നത് പോലെ അല്ലാതെ തന്നെ നമുക്ക് ശത്രുക്കളെ കിട്ടുമെന്നാണ്. അപ്പോൾ ശത്രുവിനെ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യകതയില്ല. അത്ര ദോഷപ്രദമായ സമയമാണ്. ഇപ്പോൾ ശത്രുക്കളെ എണ്ണം കൂടും. കേസ് വഴക്കുകൾ വന്നു ചേരും. അപകടങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നഷ്ടം വരും. തൊഴിലിൽ പുരോഗതി കുറയും. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് പാത്രീഭവിക്കും. നമ്മൾ നല്ലത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാതെ വരും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കുറച്ചേറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കിതാ വന്നു ചേരാൻ പോണേ. അപ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനൊരു സമയം വന്നു, നമുക്കിതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എന്തിനിത് നോക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ദോഷം വന്നു, നമ്മളൊരു സഞ്ചരിക്കുന്ന വഴിയിൽ ഒരിടത്ത് റോഡ് ബ്ലോക്ക് ഉണ്ട്, ഒന്നുകിൽ നമ്മൾ വേറെ റോഡെടുത്ത് പോവുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞതുപോലെ പ്രതിവിധി എല്ലാത്തിനും ഉണ്ട്. ഈ സമയത്ത് വ്യാഴം 6ലേക്ക് പോകുന്നതും കൂടിയാണ് ഏറ്റവും ദോഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് കൊണ്ട് വ്യാഴനെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. വിഷ്ണു മന്ത്രം ഉരുവിടണം. ചുമ്മാ ഇരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ഭാഗ്യദായകമായ അവസ്ഥകൾക്കിടവരും. അതേപോലെ തന്നെ മഹാസുദർശന യന്ത്രം
വിഷ്ണുചക്രം ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ ശത്രുദോഷം നമുക്ക് ഏൽക്കരുത്, ശത്രുക്കളിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് വരരുത്. അതേപോലെ മഹാസുദർശന ചക്രം, വിഷ്ണു ചക്രമാണ്, യന്ത്രരാജാവാണ് സുദർശനം. അത് കെട്ടി ദേഹരക്ഷയായിട്ട് ധരിക്കുക. അമ്പല ദർശനവും ചെയ്യുക. നിങ്ങൾക്കിതിൽ നിന്ന് പൂർണ്ണമായി അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ദോഷത്തിനുള്ള പ്രതിവിധിയും കൂടി ചെയ്തു പോകാൻ തയ്യാറാവണം. അപ്പോൾ ഇത്രയും ചെയ്തു പോകുമ്പോൾ ധനുരാശിക്കാർക്ക് ഐശ്വര്യബലം ഈ ദോഷഭാവങ്ങളിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ നിത്യജ്യോതിഷം ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നത്തെ ഫലം ഞങ്ങൾ ഓരോ ദിവസവും റെക്കോർഡ് ചെയ്ത് സംരക്ഷണം ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ ചാനൽ ശ്രവിക്കുന്നവർക്ക് അവർ വിപത്തുകളിൽ പോകാതിരിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന അറിവ് നിങ്ങളിലേക്കും കൂടി എല്ലാ ദിവസവും ഷെയർ ചെയ്ത് തരികയാണ്. ഈ ദിവസം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇന്ന് നല്ല ദിവസമാണോ, ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ, അല്ലെങ്കിൽ ഏത് സമയത്ത് ചെയ്യാം, ഇതിനെല്ലാം ആസ്പദമാക്കി ഒരു വീഡിയോ ഇട്ട് തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞങ്ങൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് അതാത് സമയത്ത് ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഫലം അറിയാൻ പറ്റും. അതിനുവേണ്ടി യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റ് നമ്മളെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ സൗകര്യം ലഭിക്കാനായിട്ട് ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതിന് ഒപ്പം തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ അല്ലെങ്കിൽ UAE തന്നെ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. കാരണം അവിടെ ഉള്ളവർക്ക് കാര്യങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ മാസവും ഒരു നിശ്ചിത സമയം അവിടെ കൺസൾട്ടേഷനുണ്ട്. അതിനൊപ്പം തന്നെ ദുബായിൽ NTV എന്ന് പറഞ്ഞ മലയാള ചാനലുണ്ട്. അതിലെല്ലാ ദിവസവും നമ്മൾ അതിൽ നിത്യജ്യോതിഷം കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം നിങ്ങൾക്ക് വിളിച്ച് അപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആചാര്യ വിഷ്വൽ മീഡിയ ചെയ്തു വരുന്നുണ്ട്. ആ സൗകര്യങ്ങൾ നിങ്ങളും ഉപയോഗപ്പെടുത്തുക. എല്ലാ ധനുരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.